ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയല്ലേ? സാധാരണ നമ്മൾ കാണുമ്പോൾ നമ്മൾ ക്ലീനിങ് വീഡിയോസാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കുക്കിംഗ് വീഡിയോ ആണല്ലേ? അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇന്ന് നല്ല ഭട്ടൂര പോലെയുള്ള പൂരി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി എനിക്ക് കിട്ടി. അപ്പോൾ അത് ശരിയാണോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ കൂടെ കൂട്ടുകൂടിയ ഒരുപാട് പേരിൽ ഒരാളാവാൻ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? എനിക്കും ആദ്യമൊന്നും പൂരി ഉണ്ടാക്കിയാൽ തീരെ ശരിയാവില്ലായിരുന്നു കേട്ടോ. പൂരി ഭയങ്കരമായിട്ട് കല്ലച്ച് പോവുകയും ഒക്കെ ആയിരുന്നു. പക്ഷെ നല്ല കൊമളച്ച പൂരി അല്ലെങ്കിൽ നല്ല ഭട്ടൂര പോലെ ഇരിക്കുന്ന പൂരി ഉണ്ടാക്കാനായിട്ട് എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പൂരി ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടിയും റവയും ഉപ്പും ചെറിയ ചൂടുള്ള വെള്ളവും മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല. സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് മൈദ ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് മൈദ ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെറുതായിട്ട് വെള്ളം ഒന്ന് ചൂടാക്കണം. നമുക്ക് മാവ് കുഴയ്ക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം അല്പം ഉപ്പ് ചേർത്തിട്ട് ഒരുവിധം ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കൈ ഒന്ന് തൊടുമ്പോൾ ചൂടറിയുന്ന പാകം അത്ര മതി. അല്ലാതെ ഒരുപാട് വെള്ളം നന്നായിട്ട് ചൂടാവുകയോ ചൂട് കുറഞ്ഞു പോവോ വേണ്ട. അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ആണ് റവ ചേർക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മൈദ ചേർക്കുന്നവരുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് 1 കപ്പ് മൈദയും കൂടെ ചേർക്കാം കേട്ടോ. ഈ പൊടികളിലേക്ക് വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടുന്നത് നല്ല രീതിയിൽ നമ്മളിത് കുഴച്ച് കൊടുക്കുമ്പോഴാണ്. നന്നായിട്ട് കൈ വെച്ച് ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് ഒരു വലിയ ബൗളാക്കിയതിന് ശേഷം നമ്മളൊരല്പം വെളിച്ചെണ്ണ അതിന് മുകളിലൂടെ ഒഴിച്ച് ഒന്നുകൂടെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ആ വെളിച്ചെണ്ണ ആ മാവിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. പാം ഓയിലിലാണ് നമ്മൾ ഈ പൂരി കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് എണ്ണ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല കുഴിയുള്ള ഒരു ചീനച്ചട്ടിയിൽ പൂരി മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഓയിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് നല്ല ഭംഗിയിൽ കൊമളച്ച് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ അകത്തൊരു സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കൊമള പോലെ ഇത് കിട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല കുഴിയുള്ളൊരു പാത്രത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിലെടുത്ത് നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ നിങ്ങളിതിലേക്ക് പൂരി ഇടാവുള്ളൂ. എണ്ണയ്ക്ക് ചൂട് കുറവാണെങ്കിലും നമുക്ക് പൂരി കൊമളച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് പതുക്കെ ഒന്ന് കൊമള വന്നതിന് ശേഷം മാത്രമേ ചട്ടകം പൂരിയിൽ തൊടാവുള്ളൂ. അങ്ങനെ ഒന്ന് കൊമള വരുമ്പോൾ നമ്മൾ 2 സൈഡ് മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. ഒരുപാട് വേവൊന്നുമുള്ള ഒരു പലഹാരമല്ല ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കൊമള വന്ന് കഴിയുമ്പോൾ 2 അനക്കനക്കി മറിച്ചിട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് കോരിയെടുക്കാം. നന്നായിട്ട് വെന്ത് നല്ല കൊമള വന്നിട്ട് നല്ല ഭട്ടൂര പോലത്തെ പൂരി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് റെസിപ്പി എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഇതുപോലത്തെ ഭട്ടൂര പോലെ പൂരി കിട്ടാനായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത പ്രാവശ്യം എനിക്കും ട്രൈ ചെയ്ത് നോക്കാം, നമ്മളുടെ വ്യൂവേഴ്സിനും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഭട്ടൂര പൂരി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ബൈ ബൈ.